ഒന്നാമത്തെ ചോദ്യം. കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന മനുഷ്യശരീരത്തിലെ ഗ്രന്ഥി ഗ്ലാൻഡ് ഏതാണ്? എ. തൈറോയ്ഡ് ഗ്രന്ഥി, ബി. ലാക്രിമൽ ഗ്രന്ഥി, സി. പിറ്റ്യൂട്ടറി ഗ്രന്ഥി, ഡി. ലിവർ. ഉത്തരം ബി. ലാക്രിമൽ ഗ്രന്ഥി. ഓരോ കണ്ണിന്റെയും മുകൾഭാഗത്തായി പുറംകോണിലാണ് ലാക്രിമൽ ഗ്രന്ഥികൾ സ്ഥിതിചെയ്യുന്നത്. നമ്മൾ സങ്കടപ്പെടുമ്പോഴും കണ്ണിൽ പൊടി വീഴുമ്പോഴും കണ്ണ് നനയ്ക്കാനായി കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഗ്രന്ഥിയാണ്. രണ്ടാമത്തെ ചോദ്യം. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളി ഏതാണ്? എ. സ്ട്രാറ്റോസ്ഫിയർ, ബി. മെസോസ്ഫിയർ, സി. ട്രോപ്പോസ്ഫിയർ, ഡി. തെർമോസ്ഫിയർ. ഉത്തരം സി. ട്രോപ്പോസ്ഫിയർ. മൂന്നാമത്തെ ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? എ. ആലപ്പുഴ, ബി. കണ്ണൂർ, സി. മലപ്പുറം, ഡി. കാസർഗോഡ്. ഉത്തരം ഡി. കണ്ണൂർ. നാലാമത്തെ ചോദ്യം. മനുഷ്യശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ്? എ. കരൾ, ബി. പാൻക്രിയാസ്, സി. വൃക്ക, ഡി. തൈറോയ്ഡ്. ഉത്തരം ബി. പാൻക്രിയാസ്. അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ ആര്? എ. കിരൺ ബേദി, ബി. അരുണ ആസഫ് അലി, സി. ഇന്ദിരാഗാന്ധി, ഡി. സരോജിനി നായിഡു. ഉത്തരം എ. കിരൺ ബേദി. ആറാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള മരുഭൂമി ഏതാണ്? എ. ഗോബി, ബി. സഹാറ, സി. കാലഹാരി, ഡി. അറേബ്യൻ മരുഭൂമി. ഉത്തരം ബി. സഹാറ. ഏഴാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? എ. നീലത്തിമിംഗലം, ബി. ഗംഗാ ഡോൾഫിൻ, സി. മുതല, ഡി. ആമ. ഉത്തരം ബി. ഗംഗാനദി ഡോൾഫിൻ. എട്ടാമത്തെ ചോദ്യം. വൈദ്യുതിയുടെ SI യൂണിറ്റ് ഏതാണ്? എ. വോൾട്ട്, ബി. ആംപിയർ, സി. വാട്ട്, ഡി. ഓം. ഉത്തരം ബി. ആംപിയർ. ഒമ്പതാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്? എ. പാലക്കാട്, ബി. ഇടുക്കി, സി. മലപ്പുറം, ഡി. വയനാട്. ഉത്തരം ബി. ഇടുക്കി. പത്താമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആര്? എ. ജവഹർലാൽ നെഹ്റു, ബി. സർദാർ വല്ലഭായ് പട്ടേൽ, സി. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡി. ബി. ആർ. അംബേദ്കർ. ഉത്തരം ബി. സർദാർ വല്ലഭായ് പട്ടേൽ. 11ാമത്തെ ചോദ്യം. സസ്യങ്ങളിൽ പ്രകാശസംശ്ലേഷണം പ്രധാനമായും നടക്കുന്ന കോശാവയവം ഏതാണ്? എ. മൈറ്റോകോൺട്രിയ, ബി. ന്യൂക്ലിയസ്, സി. ക്ലോറോപ്ലാസ്റ്റ്, ഡി. റൈബോസോം. ഉത്തരം സി. ക്ലോറോപ്ലാസ്റ്റ്. 12ാമത്തെ ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? എ. വേമ്പനാട്, ബി. അഷ്ടമുടി, സി. ശാസ്താംകോട്ട, ഡി. പൂക്കോട്. ഉത്തരം സി. ശാസ്താംകോട്ട. 13ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏത് കലണ്ടറിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്? എ. വിക്രമ സംവത്, ബി. ശക കലണ്ടർ, സി. ഗ്രിഗോറിയൻ കലണ്ടർ, ഡി. ഹിജ്ര കലണ്ടർ. ഉത്തരം ബി. ശക കലണ്ടർ. 14ാമത്തെ ചോദ്യം. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? എ. പൾമണറി ആർട്ടറി, ബി. അയോട്ട, സി. കരോട്ടിഡ് ആർട്ടറി, ഡി. ഫെമോറൽ ആർട്ടറി. ഉത്തരം ബി. അയോർട്ട. 15ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും പഴയ പർവ്വതനിരകളിലൊന്നായ ആരാവല്ലി പർവ്വതനിര പ്രധാനമായും ഏത് സംസ്ഥാനത്താണ്? എ. രാജസ്ഥാൻ,
ബി കേരളം, സി ബിഹാർ, ഡി അസം. ഉത്തരം എ രാജസ്ഥാൻ. 16-ാമത്തെ ചോദ്യം. ചുവന്ന രക്താണുക്കളുടെ പ്രധാന പ്രവർത്തനം ഏതാണ്? എ രോഗപ്രതിരോധം, ബി രക്തം കട്ടപിടിപ്പിക്കൽ, സി ഓക്സിജൻ വഹിക്കൽ, ഡി ഹോർമോൺ ഉൽപ്പാദനം. ഉത്തരം സി ഓക്സിജൻ വഹിക്കൽ. 17-ാമത്തെ ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ മലയാള പത്രം ഏതാണ്? എ മലയാള മനോരമ, ബി രാജ്യസമാചാരം, സി മാതൃഭൂമി, ഡി കേരള കൗമുദി. ഉത്തരം ബി രാജ്യസമാചാരം. 18-ാമത്തെ ചോദ്യം. ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞയുടൻ ഹോട്ട് ബോക്സിൽ അടച്ചുവെച്ചാൽ എന്തു സംഭവിക്കും? എ ചപ്പാത്തിയുടെ കട്ടി കൂടും, ബി ആവി വെള്ളമായി മാറി ചപ്പാത്തി കുതിർന്നു പോകുകയും വേഗത്തിൽ കേടാകുകയും ചെയ്യും, സി ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആകും, ഡി യാതൊരു കുഴപ്പവുമില്ല. ഉത്തരം ബി ആവി വെള്ളമായി മാറി ചപ്പാത്തി കുതിർന്നു പോകുകയും വേഗത്തിൽ കേടാകുകയും ചെയ്യും. 19-ാമത്തെ ചോദ്യം. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച തണ്ണിമത്തൻ വാട്ടർമെലൺ കഴിച്ചാൽ എന്ത് സംഭവിക്കും? എ രുചി ഇരട്ടിയാകും, ബി അതിലെ പ്രധാന പോഷകങ്ങളും ആന്റിഓക്സിഡന്റുകളും പകുതിയായി കുറയും, സി വയർവേദന ഉണ്ടാകും, ഡി യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ശരിയായ ഉത്തരം ബി അതിലെ പ്രധാന പോഷകങ്ങളും ആന്റിഓക്സിഡന്റുകളും പകുതിയായി കുറയും. തണ്ണിമത്തൻ മുറിക്കാതെ മുറിയിലെ താപനിലയിൽ സൂക്ഷിക്കുമ്പോഴാണ് അതിൽ ലൈഗോപീൻ പോലുള്ള ആന്റിഓക്സിഡന്റുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഫ്രിഡ്ജിലെ അമിതമായ തണുപ്പ് ഈ പോഷകങ്ങളുടെ വളർച്ചയെ തടയുകയും അവയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും. 20-ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? ഓപ്ഷൻസ്. എ ആഫ്രിക്ക, ബി യൂറോപ്പ്, സി ഏഷ്യ, ഡി വടക്കേ അമേരിക്ക. ഉത്തരം സി ഏഷ്യ.